നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അയാളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്താ ഇത് മടകളിലെല്ലാം വിളിച്ച് UDP വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അത് പറയാൻ അയക്കെന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDP ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDP ഉം LDF ഉം. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. മെത്രാന്മാരപ്പം നിരന്തരം, അതായത് BJP വോട്ട് ചെയ്യേണ്ട, ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ BJP വോട്ട് ചെയ്യേണ്ട എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അല്ലേ? ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന എംപാർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലല്ല കുഴപ്പം. ഇതൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട, നിങ്ങളെ ഒരു ഉദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നുള്ളൂ വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചരമം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചരമ വാർത്ത ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചെയ്യട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് ഉറക്കാത്തവന്മാരാ ദീപ് നടത്തുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഈ സഭയുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് ഈ ബിഷപ്പുമാരെയൊക്കെ നേരിട്ട് പലതവണ കണ്ടിരുന്നു. അവരൊക്കെ തന്നെ പിന്തുണ പറഞ്ഞിരുന്നു. ഷോണിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ ആദ്യം ഒന്ന് പുറകോട്ട് പോകണ്ട. കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തിനിടയിൽ സഭയുടെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്ന് ആരാണ്? ഷോൺ ജോർജാണ്, BJP ആണ്, രാജീവ് ചന്ദ്രശേഖറാണ്, അമിത്ഷാജിയാണ്, നരേന്ദ്രമോദിയാണ് അല്ലേ? ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു? ഈ പറയുന്ന KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ജോസ് കെ മാണി ഉണ്ടായിരുന്നു, ഈ CPM നേതൃത്വങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു. ആ സഭയ്ക്ക് എന്ത് ഗുണം കിട്ടി ഇവരെ കൊണ്ട്? FCR ഉൾപ്പെടെയുള്ള ബില്ല് മാറ്റിവെച്ചിട്ടുള്ളത് ഞങ്ങളുടെ സമ്മർദ്ദബലമാണ്. അപ്പം ഞങ്ങളെ വേണ്ട എന്ന് സഭ തീരുമാനിച്ചാൽ നമ്മളും സ്വാഭാവികമായിട്ട് സഭയെ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടി വരില്ലേ? സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകളെ ഉപദ്രവിക്കാൻ ഇപ്പോഴും ചില ആളുകൾ ഇതിനകത്ത് നിന്നാൽ ഞങ്ങൾക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സഭ കൂടെ ഉണ്ടെന്നുള്ളതിലല്ല, സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും BJP അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് ഞങ്ങളുടെ അടുത്ത് ചോദ്യം വരില്ലേ? നിങ്ങൾ ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി പറയുന്നു, സഭ നിങ്ങളോട് എന്ത് ചെയ്തു? ഈ ദീപിക പത്രം എടുത്ത് വെച്ചിട്ടല്ലേ ഞങ്ങളോട് ചോദിക്കുന്നു. ഇന്നലെ ദീപിക പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അതെടുത്ത് അമിത്ഷാജി വെച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതെടുത്ത് വെച്ചിട്ട് ഇതാണോ സഭ? നിങ്ങൾ പറഞ്ഞ FCR ബില്ല് ഉൾപ്പെടെ മാറ്റിവെപ്പിച്ച സഭയുടെ മുഖപത്രമായ ദീപിക ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ ഇതിന് എന്ത് മറുപടി പറയുന്നതെന്ന് അമിത്ഷാജി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അത് സഭ ചർച്ച ചെയ്യണം ഈ വിഷയം. ഇവരൊക്കെ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനി നമ്മളെ വിട്ടേ സഭ അങ്ങനെയെങ്കിൽ സഭയ്ക്ക് അത്ര നല്ല ദിനങ്ങളായിരിക്കില്ല എന്നുള്ളൊരു സൂചനയാണോ? അല്ല, സഭയ്ക്ക് ഞാൻ പറയട്ടെ, നീതിപൂർവമായി ഏത് കാര്യങ്ങൾക്കൊപ്പം നിൽക്കും. പക്ഷെ നമ്മളൊക്കെ നടത്തുന്ന ഇടപെടലുകളിൽ തീർച്ചയായിട്ടും ഇതാണ് നിലപാടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നിലപാട് തുടരുന്നെങ്കിൽ നമ്മൾക്ക് അവിടെ വാമൂടിക്കെട്ടി പോവില്ലേ? ഇതാണ് നിലപാടെങ്കിൽ ഇങ്ങനെയൊക്കെ ദീപികയൊക്കെ നമുക്ക് ചെയ്യില്ലതും. നിങ്ങൾ ഈ പറയുന്ന ആർക്ക് വേണ്ടിയാണ്? അവർ നിങ്ങൾക്കെതിരെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്താ പോയി പറയുക? അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അത് പിതാക്കന്മാരോടെല്ലാം അത് സംസാരിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്.